ഞാൻ തൊട്ടു ഈ കയ്യിലിരിക്കൂ. നീ കയ്യിലിരിക്കൂ. One more. Sit my. ഈ ടുട്ടുപൂമ്പാറ്റയും ആൽവിനും ആകെ മൊത്തം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ടുട്ടുവിന് നീട്ടി വിളിക്കുമ്പോ പറന്നു വന്ന് ആൽവിന്റെ വിരലിൽ ഇരിക്കുകയാണ് ഒരു പൂമ്പാറ്റ. അത് കണ്ട് അത്ഭുതമടക്കാനാവാത്ത ആൽവിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഇത് കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാവുക. ഒരൊറ്റ വിളിയിൽ നമ്മുടെ അടുത്ത് ഓടിയെത്തുന്ന കൂട്ടുകാരൻ നമ്മളിൽ പലർക്കും ഉണ്ടാകും. അങ്ങനെയുള്ള കൂട്ടുകെട്ടിന്റെ കഥകൾ നാം ഒരുപാട് കേട്ടതുമാണ്. ഇവിടെ കൂട്ടുകൂടിയിരിക്കുന്നത് ആൽവിൻ മുകുന്ദ് എന്ന 3ാം ക്ലാസ്സുകാരനും ഒരു പൂമ്പാറ്റയുമാണ്. കണ്ണൂർ കിഴന്നയിലെ വീട്ടിൽ രാത്രി പറയാതെ കയറി വന്ന അതിഥിയുടെ ഭംഗി കണ്ടപ്പോൾ ആൽവിന് ആകെ മൊത്തം ഒരു കൗതുകമായി. അങ്ങനെ പൂമ്പാറ്റയുടെ പിറകെ കൂടിയ ആൽവിനെ പോലെ അച്ഛൻ ലിജുവിനും അമ്മ ശരണ്യക്കും അമ്മൂമ്മ യശോദയ്ക്കും അതേ കൗതുകമുദിച്ചു. കറുത്ത ചിറകിൽ വെളുത്ത പുള്ളികളോട് കൂടിയ പൂമ്പാറ്റയാണ് വീട്ടിലേക്ക് എവിടെ നിന്നോ പറന്നു വന്നത്. പൂമ്പാറ്റയുടെ ഭംഗി കണ്ട് ആസ്വദിച്ചിരുന്നപ്പോ ലിജു മെല്ലെ ഫോൺ എടുത്ത് വീഡിയോ പകർത്താൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പൂമ്പാറ്റയുടെ പിറകെ നടന്നപ്പോഴാണ് ആൽവിൻ വെറുതെ ഒരു പേരങ്ങി വിളിച്ചത്, ടുട്ടു എന്ന്. ദേ നോക്കണേ, സ്വന്തം പേര് കേട്ട മട്ടിൽ പൂമ്പാറ്റ പാറി വന്ന് ആൽവിന്റെ വിരലിൽ ഇരുന്നു. ഞെട്ടിപ്പോയ ആൽവിൻ വീണ്ടും വീണ്ടും വിളിച്ചു. ഓരോ വിളിയിലും പൂമ്പാറ്റ ആൽവിന്റെ വിരലിൽ സ്ഥാനം പിടിച്ചു. ഇതെന്തു മായാജാലമാണെന്ന് ആൽവിനും അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒരുപോലെ തോന്നി. ഞാൻ തൊട്ടു ഈ കയ്യിലിരിക്കൂ. നീ കയ്യിലിരിക്കൂ. One more. ഇവിടെ ഇനി ചിലപ്പോ ആൽവിൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആരാധന തോന്നി വന്ന പൂമ്പാറ്റയാണോ ഇതെന്നും സംശയമില്ലാതില്ല. കാര്യം വളർന്നു വരുന്ന ഒരു സിനിമാ താരമാണ് ആൽവിൻ മുകുന്ദ്. ഇതിനോടകം തന്നെ ഡിജിറ്റൽ വില്ലേജ് കാസർഗോഡ് റിലീസിനൊരുങ്ങുന്ന ഗു എന്ന ചിത്രത്തിലും അഭിനയിച്ചു കഴിഞ്ഞു. കലാരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആൽവിൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ലൈവ് ആർട്ടിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം അവാർഡും കണ്ണൂർ സെന്റ് മൈക്കിൾസിൽ പഠിക്കുന്ന ആൽവിൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആൽവിനെ തേടിയെത്തിയ പൂമ്പാറ്റയാകാനും വഴിയുണ്ട്. ഏതായാലും വളർത്തുന്ന മൃഗങ്ങളും പക്ഷികളും അല്ലാതെ മനുഷ്യനോട് കൂട്ടുകൂടുന്ന മറ്റു ജീവജാലങ്ങൾ വളരെ കുറവായിരിക്കും. ഒരു പൂമ്പാറ്റ ഇങ്ങനെ വിളികേട്ട് വരുന്നുവെങ്കിൽ അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. അറിയുന്നവർക്ക് പറഞ്ഞു തരാം. ഇതിപ്പോ ഏതായാലും സംഗതി സൂപ്പറാണ്.